വീട്ടിലെ രുചിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡിഷാണ് ചില്ലി ചിക്കൻ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കന് ഒരുപാട് സമയം എടുക്കാറുണ്ട്. അത് മൈദയും കോൺഫ്ലോറും വെച്ച് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ടപ്പ് ചെയ്യുന്നൊരു ചില്ലി ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ സമയമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എത്രയും പെട്ടെന്ന് എന്നാൽ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചൈനീസ് ചില്ലി ചിക്കൻ, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇനി അതിലേക്ക് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് കാണാം. ആദ്യമായി ചിക്കൻ, ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. അത് വൃത്തിയായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണത്. ഈ സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഈ ചില്ലി ചിക്കന് വേണ്ടി ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി സവാള വലുത് ഒരു 6 എണ്ണം, പിന്നെ സെല്ലരി, 2 ക്യാപ്സിക്കം, ഇത് പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത് കുരുമുളക് പൊടി, 3 സോസസ് ഉണ്ട്. ഇത് ടൊമാറ്റോ സോസ്, ഇത് സോയാ സോസ്, ഇത് റെഡ് ചില്ലി സോസ്, ഉപ്പ്, വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. 10 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചില്ലി ചിക്കൻ ആവശ്യമായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ടപ്പി ചില്ലി ചിക്കൻ്റെ കുക്കിംഗ് പാട്ടിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് കത്തിക്കുവാണ്. പാൻ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. ഏകദേശം 2 മുതൽ 3 വരെ ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഇപ്പം തന്നെ ചൂടാകും, കാരണം പാൻ നല്ല ചൂടാണ്. ഇനി അതിലോട്ട് ഈ ചിക്കൻ പിഴിഞ്ഞു വാരി നമ്മൾ ഇടുവാണ്. എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് സ്ക്യൂസ് ചെയ്ത് പൊയ്ക്കോളും. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് അധികം ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നല്ല വെള്ളം ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ഓയിലോട്ട് സ്പ്രെഡ് ചെയ്ത് ചിക്കൻ ഇങ്ങനെ വെക്കാം. അപ്പോൾ ചിക്കൻ നമ്മുടെ എണ്ണയിൽ കിടന്നൊന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ചിക്കൻ ഒരു 10-15 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് ഒരു 3/4 ഭാഗം വേവാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ടപ്പേ ചില്ലി ചിക്കൻ എന്ന് പറയാൻ കാരണം ഈ 15 മിനിറ്റ്, ഈ 10 മുതൽ 15 മിനിറ്റ് ഈ ചിക്കൻ 3/4 ഭാഗം വെന്ത് അതിൻ്റെ ഗോൾഡൻ ബ്രൗണിഷ് ആകുന്നത് വരെ നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണിച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സെല്ലരി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഇതിലോട്ട് നമുക്ക് ഓരോ സാധനങ്ങളും ഇട്ട് കൊടുത്ത് അത് അതിൻ്റെ ഓരോരോ വേഗമാവുന്നതും ചില്ലി ചിക്കൻ പെട്ടെന്ന് റെഡിയാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ടപ്പി ചില്ലി ചിക്കൻ എന്ന് ഞാൻ പറയാൻ കാരണം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം ചിക്കൻ്റെ എല്ലുകളിൽ നിന്നെല്ലാം ആ ജ്യൂസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഈ ചില്ലി ചിക്കൻ ഈ പ്രിപ്പറേഷന് വേണ്ടി എടുത്തത്. ഈ എല്ലിൽ നിന്നെല്ലാം ജ്യൂസ് ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ഇത് വേകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ചില്ലി ചിക്കനിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇതിലോട്ട് ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ഇടുവാണ്, അധികം ഇടുന്നില്ല, കാരണം ഇനി നമ്മൾ സോസുകളെല്ലാം വരുന്നുണ്ട്. സോസുകളെല്ലാം അത്യാവശ്യം ഉപ്പുള്ള കൂട്ടത്തിലായത് കാരണം ജസ്റ്റ് ഇതിൻ്റെ മാംസത്തിൽ പിടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഈ വെള്ളം പറ്റണം. ഈ വെള്ളം പറ്റുന്നവരെ അതിൽ കിടന്ന് ഇതിൻ്റെ ചെറിയ കളർ മാറി അതൊരു 3/4 ഭാഗം വേവാകണം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ വെള്ളം
പറ്റാനായിട്ട് നമ്മളിത് തുറന്ന് തന്നെ വേവിക്കുന്നതാണ് നല്ലത്. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ അരിയിലും പാട്ടിലോട്ട് ഞാൻ കടക്കുവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങിലോട്ട് കടക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കാണാം നല്ല ഗോൾഡൻ ചെറുതായിട്ട് ബ്രൗണിഷ് കളറും വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റി ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങി അതിൽ കിടന്ന് ചിക്കൻ മുക്കാഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനിൽ നമ്മൾ സോസുകൾ ചേർക്കുവാണ്. ആദ്യമായിട്ട് സോയാ സോസ് ഒരു 5 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് ഒരു 4 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് സെയിം 4 ടേബിൾ സ്പൂൺ. ഇതിൽ സോയാ സോസ് മാത്രമേ നമ്മൾ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. റെഡ് ചില്ലി സോസും ഈ നമ്മുടെ ടൊമാറ്റോ സോസും 4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. സോയാ സോസ് 5 ടേബിൾ സ്പൂൺ. ഈ റെഡ് ചില്ലി സോസ് ഞാൻ ചേർത്ത് കൊടുക്കാൻ കാരണം ഞാനിതിൽ ഇനി സ്പെഷ്യലായിട്ട് കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ആ റെഡ് കളർ ഇതിലുണ്ടാവും. സാധാരണ അല്ലെങ്കിൽ ഈ റെഡ് കളറെല്ലാം ആഡ് ചെയ്യണം. അത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ലാത്ത കാരണം ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു 2 മിനിറ്റ് ഈ സോസുകളിലെല്ലാം കിടന്ന് ചിക്കൻ ഒന്ന് ആ സോസായിട്ട് സെറ്റ് ആവണം. അപ്പോൾ ആ സോസിൻ്റെ സ്മെല്ലെല്ലാം പുറത്തോട്ട് വന്ന് അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ചില്ലി ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ അവിടെ പുറത്തോട്ട് വരും. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സോസ് എല്ലാം ചിക്കനിൽ കിടന്ന് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ അടുത്ത സെക്ഷൻ 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ, വെളുത്തുള്ളി, ഒരു 10 പച്ചമുളക് നെടുവേ കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുവാണ്. ഇനി നമ്മുടെ സവാള ഏകദേശം 6 വലിയ സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഞാനിതൊരു പകുതിയോളം ഇടുവാണ്. ഇതൊരു 5 മിനിറ്റത്തെ വേവുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സവാള അതെല്ലാം ഈ ചിക്കനിൽ കിടന്ന് ആ സോസായിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി ചെറുതായിട്ട് അതൊന്ന് വേകണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വേകാൻ വേണ്ടി 1 ഗ്ലാസോളം വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ആ വെള്ളത്തിൽ സവാളയും സാധനങ്ങളും ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം സ്മെല്ലെല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ അതൊന്ന് 5 മിനിറ്റോളം ഒന്ന് വേകട്ടെ. ഏകദേശം 5 മിനിറ്റോളം ആ വെള്ളത്തിൽ കിടന്ന് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയും ക്യാപ്സിക്കം, സെലറി, ഇതിന് അധികം വേവേണ്ട ആവശ്യമില്ല. കാരണം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള ആവശ്യത്തിന് വെന്ത് ആ ഗ്രേവിയോടുകൂടി ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ഈ ഒരു സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും വേവാത്ത ആ നമ്മൾ ചവക്കുമ്പോൾ ആ ഒരു ബൈറ്റ് കിട്ടും. അത് മതിയാവും. ഈ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്തേക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം കളറുണ്ട്. ഇനിയിപ്പോൾ റെഡ് ചില്ലി സോസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ആയാലും
ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഉപ്പ് ആ ചിക്കൻ വേകുന്ന സമയത്ത് ഉപ്പിട്ടെന്നല്ലാതെ വേറെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം സോസുകളിൽ നിന്നെല്ലാം ഉപ്പ് ഇറങ്ങി, ഇപ്പം അത്യാവശ്യത്തിന് ഉപ്പ് ഇതിനുണ്ട്, അത് കാരണം ഇനി ഉപ്പ് ഇടുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പെപ്പർ പൗഡർ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് കൂടി ഞാനിതിൽ ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ എരിവിൻ്റെ പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം എരിവ് വേണം എന്ന് തോന്നുന്നവർക്ക് ഇത് 2 ടേബിൾ സ്പൂൺ കുരുമുളകാക്കാം. പച്ചമുളകിൻ്റെ എണ്ണം ഞാൻ 10 എണ്ണമാണ് ഇട്ടേക്കുന്നത്, അത് 12 14 ആ റേഷ്യോയിൽ കൂട്ടാം. ഇല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് അതൊരു 4 ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത്, അതിൻ്റെ ആ ടേബിൾ സ്പൂണിൻ്റെ എണ്ണം കൂട്ടാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാനൊരു ഇത്തിരി ഷുഗർ ആഡ് ചെയ്യുവാണ്, ഒരു 1/4 ടീസ്പൂൺ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോയാ സോസിൻ്റെ പുളിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ചൈനീസ് ഡിഷസ് എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, അവരെല്ലാം ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ അത് ഡൈജഷനും നല്ലതാണ്, അതിൻ്റെ ഒരു സ്മെല്ലും നമുക്ക് കിട്ടും, ആ ഒരു സോസസിൻ്റെ കുത്തലും അതിൽ നിന്ന് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതിന് കൂടുതൽ വേകാനോ അല്ലെങ്കിൽ മൂടി വെച്ച് വേകാണ്ട ആവശ്യമൊന്നുമില്ല, വെന്തിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ മതി, അതിനനുസരിച്ച് എരിവും ആ ഒരു ഉപ്പും ആ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കിത് ഓഫ് ചെയ്യാം. ഈ മൂടി വെച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ആവിയിൽ ആ ക്യാപ്സിക്കവും സവാളയും ചെറുതായിട്ടൊന്ന് അതിലിരുന്ന് സെറ്റാവും. നമ്മുടെ ചില്ലി ചിക്കനെ അപ്പോൾ ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനതിനെ മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കസിൻ എബിൻ, അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ്. എബിൻ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുക. സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു പെപ്പറിൻ്റെയും എല്ലാ സോസസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ടപ്പേ ചില്ലി ചിക്കൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടപ്പേ എന്നൊരു കൺസെപ്റ്റ് വരാൻ കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചില്ലി ചിക്കൻ ആണല്ലോ. ഈ ഗുഡ് നൈറ്റിൻ്റെ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട് ടപ്പേ ടപ്പേ എന്നുള്ളൊരിത്. അപ്പോൾ എൻ്റെ ഇളയ മോൻ റയൻ അവനെപ്പോഴും ഈ വേർഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചില്ലി ചിക്കൻ റെസിപ്പി ഇവിടെ വീഡിയോ ചെയ്യുന്ന കാര്യം ഓർത്തപ്പോൾ ആ ഒരു വേർഡ് എന്തോ ഈ ഡിഷിന് കറക്റ്റ് അത് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ടപ്പേ എന്നൊരു ചില്ലി ചിക്കൻ എന്ന് അതിന് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ആ ഒരു ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വെറൈറ്റി ഡിഷുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.